ന്യൂസ് പ്ലസ് ചോദിക്കുന്നു, ഏമാന്മാർ ഏതു കാലത്ത്? ദളിത് ആക്ടിവിസ്റ്റ് സണ്ണിയം കപ്പിക്കാടാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. സണ്ണിയം കപ്പിക്കാട്, സ്വാഗതം. ഈ ഒരു കേസ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ, സിസ്റ്റത്തിൽ ജാതീയമായ വേർതിരിവ് രൂക്ഷമാണ് എന്നതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് എന്ന് തോന്നുന്നു. ഒരു വീട്ടിൽ ഒരു മോഷണം നടക്കുന്നു. പെട്ടെന്ന് അവർ സംശയിക്കുന്നത് ആ വീട്ടിലെ ദളിത് ആയിട്ടുള്ള വീട്ടുവേലക്കാരിയാണ്. അതവർ പോലീസിൽ അറിയിക്കുന്ന പാടെ പൊടുന്നനെ പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുന്നു. അവിടെ കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അവിടെ വെള്ളം പോലും, പച്ചവെള്ളം പോലും കൊടുക്കുന്നില്ല. ഒടുവിൽ അവരല്ല കുറ്റക്കാരി എന്ന് പറഞ്ഞിട്ട് ഒരു സോറി പോലും പറയാതെ ഈ പരിസരത്തൊന്നും കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നു. അതിനുശേഷം ഈ പരാതിയുമായി അവർ എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം അവിടെയുള്ള സാറന്മാർ ആ പരാതി ഒന്ന് തുറന്നു പോലും നോക്കുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചു പോകുന്നത്, ഈ ഏമാന്മാർ ഏതു കാലത്താണ് എന്ന്. കേരളത്തിലെ പോലീസ് സംവിധാനം അത് അടിസ്ഥാനപരമായി തന്നെ സ്ത്രീവിരുദ്ധവും ദളിത് വിരുദ്ധവുമായ അനേകായിരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തേതും ഏറ്റവും ക്രൂരവുമായൊരു അനുഭവമാണ് ബിന്ദുവിനുണ്ടായിട്ടുള്ളത്. അതിവിടെ വിശദീകരിച്ചതുപോലെ അവർ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളാണ്. അവിടെ ഒരു മാല മോഷണം പോയി എന്ന് ആ വീട്ടുടമസ്ഥ പരാതി കൊടുക്കുന്നു. പോലീസിൻ്റെ ഒരു ചുമതല ആ പരാതിയുടെ വെറാസിറ്റി ബോധ്യപ്പെടുക എന്നതാണ്. സത്യമാണോ എന്ന കാര്യം ബോധ്യപ്പെടുക എന്നാണ്. അതിന് പോലീസ് നിൽക്കുന്നില്ല. ഈ പരാതി കൊടുത്ത സ്ത്രീ തന്നെ ബിന്ദു ആണെന്നുള്ള കാര്യത്തിൽ അവർക്ക് തർക്കമൊന്നുമില്ലായിരുന്നു, തറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. ബിന്ദുവിനെ കൗശലപൂർവ്വം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അതിഭീകരമായ വിധം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരമ്പരയാണ് പിന്നെ അരങ്ങേറുന്നത്. അവരെ വിവസ്ത്രയാക്കി പരിശോധിച്ചു എന്നതുവരെ അവർ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അവർക്ക് കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ കൊടുക്കുന്നില്ല. അതിഭീകരമായ വിധം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, പച്ചത്തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പോലീസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ നിയമത്തിൻ്റെ മുകളിലുള്ള മനുഷ്യരൊന്നുമല്ല. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ആ പ്രതിയോട് എങ്ങനെയൊക്കെ ആ പ്രതിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെ പാലിക്കപ്പെടണമെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായ ഡയറക്ഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പാലിക്കാൻ പേരൂർക്കട SI അല്ല, കേരളത്തിലെ DIG അടക്കം ബാധ്യസ്ഥമാണ്. ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. പാലിക്കപ്പെടാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അവർ ഒരു ദളിത് സ്ത്രീയാണ് എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. 2, അവർ ഒരു വീട്ടുവേലക്കാരിയാണ് എന്നതാണ്. എന്ന് പറയാൻ ദരിദ്ര കൂടിയായിട്ടുള്ള ഒരു ദളിത് സ്ത്രീ എന്ന നിലയിൽ അവർക്കെതിരെ ഏത് അതിക്രമവും കാണിക്കാം എന്ന ഒരു മനോഭാവം ഇപ്പോഴും നമ്മുടെ പോലീസ് സേനയിൽ ശക്തമാണെന്ന് നിരന്തരമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നടന്നൊരു ചർച്ചയിൽ ഒരു ഇടതുപക്ഷ MLA അവകാശപ്പെട്ടൊരു കാര്യം ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്നാണ്. കേരളത്തെ സംബന്ധിച്ച് ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. എണ്ണിപ്പറയാം, നിരവധി കാര്യങ്ങൾ എണ്ണിപ്പറയാൻ പറ്റും. അവിടെ വടക്കേ ഇന്ത്യയിലൊക്കെ ദളിതർ അതിഭീകരമായി ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇവിടെ അങ്ങനെ അല്ലല്ലോ എന്നാണ് മറ്റൊരു ന്യായം. വടക്കേ ഇന്ത്യയിൽ ദളിതർ ആക്രമിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. തിരുവനന്തപുരം നഗരത്തിനകത്ത് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ SI നിയമം ലംഘിച്ചുകൊണ്ടൊരു ദളിത് സ്ത്രീയെ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ മറുപടി പറയാൻ കേരളം ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് കഴിഞ്ഞ മാസം നമ്മൾ ഓർക്കണം, നമ്മുടെ സമൂഹം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പോലീസ് അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രമാത്രം വംശീയ ഭ്രാന്ത് പിടിച്ച മനുഷ്യന്മാർ കൂടി ഉള്ള ഇടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അവിടുത്തെ SIയും അയാളെ സഹായിച്ച 2 പോലീസുകാരും, ബിന്ദു പറയുന്നതിന് പ്രകാരം 2 പോലീസുകാരും അവിടുത്തെ SIയുമാണ് പ്രധാനപ്പെട്ട പ്രതികൾ. അവർ യഥാർത്ഥ വംശീയ ഭ്രാന്ത് പിടിച്ച മനുഷ്യരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ മാസമാണ്, ഒരു 10-20 ദിവസം മുമ്പാണ്
വേടൻ എന്ന് പറയുന്ന കലാകാരനെതിരെ വനം വകുപ്പ് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അയാളുടെ മാലയിലൊരു പുലിനഖമുണ്ട് എന്ന കാരണത്താൽ, അത് പുലിനഖമാണോ എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല, അതിൻ്റെ പേരിൽ ഒരു കുറ്റവാളിയെ കൊണ്ടു നടക്കുന്നത് പോലെയാണ് കൊണ്ടു നടന്നത്. എന്നിട്ട് അടിസ്ഥാനരഹിതമായ അടിസ്ഥാനമുള്ള ഒരു തെളിവുമില്ലാതെ ആ ചെറുപ്പക്കാരനെ ഒരു കുറ്റവാളിയെപ്പോലെ, ഒരു ഭീകരനെ പോലെ നാട്ടിലുടനീളം പ്രദർശിപ്പിച്ച് കൊണ്ടു നടന്ന ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുത്തെന്ന് ചോദിച്ചാൽ സ്ഥലം മാറ്റിയെന്നാണ് ഉത്തരം. അത് പോരാ. ഇവിടെയും അവർ പറയുന്നത് ഞങ്ങൾ SIയെ സസ്പെൻഡ് ചെയ്തു എന്നാണ്. അത് പോരാ എന്ന് തന്നെയാണ് ഞാൻ സുശക്തമായി വാദിക്കുന്നത്. അതിൻ്റെ കാരണം ഇന്ത്യൻ നിയമമനുസരിച്ച് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കെതിരെ മനഃപൂർവ്വമായി ഒരു കുറ്റകൃത്യം കെട്ടിച്ചമച്ച് കേസുണ്ടാക്കി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ പരിഗണിക്കുന്നത്. ഈ SI സുപ്രീം കോടതി റെഗുലേഷൻസ് പാലിച്ചില്ല എന്നത് പോകട്ടെ, ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഈ പെൺകുട്ടിയോട് അദ്ദേഹം ചെയ്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ SC/ST അട്രോസിറ്റീസ് ആക്ടിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. കേരളം പോലൊരു സ്ഥലത്ത് ഇനിയും ദളിത് സ്ത്രീകൾ, ദളിതർ, ആദിവാസികൾ, സാധാരണ മനുഷ്യർ ആക്രമിക്കപ്പെടാതിരിക്കണമെങ്കിൽ, കള്ളക്കേസിൽ കുടുക്കപ്പെടാതിരിക്കണമെങ്കിൽ ഈ SIയെയും സംഘത്തെയും നിയമപരമായി മാതൃകാപരമായി ശിക്ഷിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കഴിയണം. പക്ഷേ ഇവിടെ കണ്ടുവരുന്ന കാര്യം ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഒരു SIക്കെതിരെയാണ്. പക്ഷേ ബിന്ദുവിനോട് ശുചിമുറിയിൽ പോയി വെള്ളം കുടിച്ചോളൂ എന്ന് പോലും പറഞ്ഞ ആൾക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്കെതിരെ കൂടി നടപടി ഉണ്ടാകണം. ഇവിടെ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം മാത്രമല്ല, മറ്റു പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കണം എന്ന് തോന്നുന്നു. കാരണം അവരോട് എന്തിനാണ് അറസ്റ്റെന്ന്, കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്തിനാണെന്ന് വിശദീകരിക്കുന്നില്ല. രാത്രി ഉടനീളം പോലീസ് സ്റ്റേഷനിൽ, സ്ത്രീയായ ഒരാളെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കഴിയാൻ അനുവദിക്കേണ്ടതല്ല, പക്ഷേ അവിടെ ഇരുത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാൻ പോലും അനുവദിക്കാതെ വിളിച്ചുണർത്തി ചോദ്യം ചെയ്യുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ കൊടുക്കാതെ 20 മണിക്കൂർ അവരെ സ്റ്റേഷനിൽ ഇരുത്തുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നിയമലംഘനങ്ങളുടെ പരമ്പര തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് മാത്രമാണ് സസ്പെൻഷൻ. താങ്കൾ അടക്കമുള്ള ആളുകൾ ഏത് ഘട്ടത്തിലാണ് ഈ കേസിൽ ഇടപെട്ടത്? തുടർന്ന് എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നത്? ഇതിൽ ഇക്കാര്യത്തിൽ വളരെ ലേറ്റായിട്ടാണ് കേരളം ഈ വിഷയം തന്നെ അറിഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സമായി. വിവരം അറിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ ബിന്ദുവിനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ബന്ധപ്പെട്ട അധികാരികൾക്ക്, ആഭ്യന്തര വകുപ്പിനടക്കം നമ്മൾ വളരെ സുശക്തമായ അന്വേഷണം നടത്തി നിയമപരമായ നടപടി കൈക്കൊണ്ട് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 23-ാം തീയതി തിരുവനന്തപുരത്ത് ഈ പറയുന്ന പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ബഹുജന മാർച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രായോഗികമായ ഒരു ഇടപെടൽ നടത്താൻ തന്നെയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സമുദായ മുന്നണി പോലുള്ള സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കേവലമായി ആ 2 പേരെ കൂടി സസ്പെൻഡ് ചെയ്താൽ തീരുന്ന കാര്യമല്ല. അതാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. അവരെ സസ്പെൻഡ് ചെയ്യുക, മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണം. ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വേണം. തൃശ്ശൂരിൽ വിനായകൻ എന്ന് പറയുന്ന 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ പോലീസ് മർദ്ദനമേറ്റതിൻ്റെ പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്ത കേസിൽ കോടതി നിർദ്ദേശിച്ചിട്ട് 3 അന്വേഷണങ്ങളാണ് പോലീസ് നടത്തിയത്. ഈ 3 അന്വേഷണത്തിലും പോലീസുകാർ കുറ്റക്കാരല്ല എന്ന റിപ്പോർട്ടാണ് കൊടുത്തത്. എന്നിട്ട് കോടതി 7 വർഷത്തെ ഞങ്ങളുടെ നിയമയുദ്ധത്തിനിടയിൽ കോടതിയാണ് പറഞ്ഞത് പോലീസുകാർക്ക് മേൽ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും എന്ന് പറഞ്ഞത്. എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിച്ച് ഈ പോലീസുകാരെ രക്ഷിക്കാനുള്ള റിപ്പോർട്ട് കെട്ടിച്ചമച്ചുണ്ടാക്കി 3-4 മാസം കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്ന സ്ഥിരം നാടകം ഈ കാര്യത്തിൽ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ സുശക്തമായി ആവശ്യപ്പെടുന്നത്. അന്വേഷണം സുതാര്യമായിരിക്കണം. നിയമപരമായ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണം. ഇവിടെ ഞങ്ങൾ സംശയിക്കുന്നൊരു കാര്യമുണ്ട്. ബിന്ദു അവിടെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ മുന്നിലൊരു നിവേദനം കൊടുക്കുന്നു.
അവർക്കുണ്ടായൊരു അനുഭവത്തിൽ അദ്ദേഹം ഒന്ന് വായിച്ചു പോലും നോക്കിയില്ല എന്നാണ് ബിന്ദു പറയുന്നത്. ഒന്ന് ഓർക്കണം എത്ര ദയനീയമാണ് കേരളത്തിലെ സ്ഥിതി എന്നത്. ഇതായിരിക്കുമോ കേരളത്തിലെ പ്രിവിലേജ്ഡായിട്ടുള്ള ഒരു വ്യക്തി കൊണ്ട് എന്നൊരു പരാതി കൊടുത്താൽ പി ശശിയുടെ പ്രതികരണം? ആയിരിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനെയാണ് ഞങ്ങൾ ജാതി എന്ന് വിളിക്കുന്നത്. ഏതോ വീട്ടുവേലയ്ക്ക് പോകുന്ന ഒരു ദളിത് പെൺകുട്ടി കൊണ്ടുവന്നൊരു പരാതി കൊടുത്താൽ അത് പരിഗണിക്കേണ്ടതില്ലെന്ന് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എന്തിനാണ് തോന്നുന്നത്? എത്ര ദിവസം കഴിഞ്ഞാൽ ഒരു നടപടിയിലേക്ക് വരുന്നത്? എന്താണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് തോന്നാത്തത്? തോന്നണ്ടേ? നമ്മളതല്ലാതെ പിണറായി വിജയനെ കേവലമായി കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാര്യമല്ലത്. നിയമം പാലിക്കപ്പെടുന്നില്ല, പോലീസുകാർ നിയമം പാലിക്കുന്നില്ല, മുൻവിധിയോടുകൂടി വംശീയ വിദ്വേഷത്തോടുകൂടി ദളിതരോടും ദളിത് സ്ത്രീകളോടും ആദിവാസികളോടും പോലീസ് പെരുമാറുന്നു. അതിനൊരു അറുതി വരേണ്ടതുണ്ട്. അതിന് നിയമമാണ് പാലിക്കപ്പെടേണ്ടത്. ഇവരുടെ ഔദാര്യമല്ല വേണ്ടത്, നിയമം പാലിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഈ വേടന്റെ കേസ് ഉണ്ടായപ്പോൾ വളരെ വേഗത്തിൽ ഒരു തിരുത്തൽ നടപടി ഉണ്ടായി എന്ന് മാത്രമല്ല, വേടനെതിരെ നടക്കുന്ന ഇപ്പോൾ RSS അടക്കം നടത്തുന്ന ആക്രമണങ്ങളിൽ വേടനെ ശക്തമായി പ്രതിരോധിക്കാൻ CPIM അടക്കം രംഗത്ത് വരുന്നു. മുഖ്യമന്ത്രി അടക്കം വേടനൊപ്പം വേദി പങ്കിടുന്നു. അപ്പോഴും വേടനിൽ നിന്നും സർക്കാർ പാഠം പഠിച്ചില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ബിന്ദുവിന്റെ കേസ് നോക്കുമ്പോൾ, അല്ലേ? തീർച്ചയായും വേടനുണ്ടായ വളരെ വലിയ ഒരു ബഹുജന സപ്പോർട്ടാണ് ഭരണകൂടത്തിൻ്റെ മാറിയുള്ള ആലോചനയ്ക്ക് കാരണമായി തീർന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രവുമല്ല, വേടനെ തൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുമോ എന്നും അവരന്വേഷിക്കുന്നുണ്ടാവാം. അത് അവരുടെ കാര്യം. വേടൻ അവസാനം അമ്പക്കറൈറ്റ് എന്ന നിലക്ക് ഒരു സ്വതന്ത്ര നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ വശത്താക്കേണ്ടത് അന്നത്തെ ഈ ബഹുജന പിന്തുണ കണ്ട് ഭയപ്പെട്ട ഭരണകൂടം അദ്ദേഹത്തിൻ്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബിന്ദുവിൻ്റെ കാര്യം അതല്ല. ബിന്ദു എന്നത് സാധാരണ ഒരു പൗരയാണ്. അവർക്ക് വേടനുള്ള അതേ അവകാശം തന്നെ ഉള്ള ഒരാളാണ് ബിന്ദുവും. ബിന്ദുവിനും കൂടി നീതി കിട്ടുമ്പോൾ മാത്രമേ കേരളം ഭരിക്കുന്നവർ കേരളത്തിലെ ദളിതരോട് നീതി കാണിക്കുന്നു എന്ന് പറയാൻ പറ്റൂ. അതല്ലാതെ വേടൻ എന്ന് പറയുന്ന അതിപ്രശസ്തനായ ഒരു ചെറുപ്പക്കാരൻ, ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഏറ്റവും പ്രശസ്തനായ മലയാളിയാണ് വേടൻ. ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് വേണ്ടി ചില നീക്കുപോക്ക് അവിടെയും ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. അവിടുത്തെ റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റുക എന്നുള്ളൊരു കാര്യമേ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. പോട്ടെ, ബിന്ദുവിന് കൂടി നീതി കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കേരളം ഭരിക്കുന്നവർ ദളിതർക്ക് നീതി കൊടുക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണ്, നിയമം അനുശാസിക്കുന്ന വഴികൾ തേടുന്നവരാണെന്ന് നമുക്ക് ബോധ്യപ്പെടൂ. പ്രശസ്തരല്ലേ എന്താ ഈ പോലീസിൻ്റെ പീഡനം ഏറ്റുവാങ്ങണോ? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അത് പറ്റില്ല. അവർക്കും നീതി കിട്ടിയേ പറ്റൂ. വേടന് നീതി കിട്ടിയതുപോലെ എന്നല്ല, വേടനും നീതി കിട്ടിയേ പറ്റൂ, ബിന്ദുവിനും നീതി കിട്ടിയേ പറ്റൂ. അത് തന്നെയാണ് പൗരൻ എന്ന നിലക്കും ഒരു ദളിത് സമുദായ അംഗം എന്ന നിലക്കും ഞാൻ വളരെ ശക്തമായി ആവശ്യപ്പെടുന്നത്. ബിന്ദുവിന് നീതി കിട്ടണം. നീതി കിട്ടണമെങ്കിൽ നിയമം നടപ്പിലാക്കപ്പെടണം. ശ്രീ സണ്ണി കപ്പിക്കാട്, ഇവിടെ നവോത്ഥാന കേരളം എന്ന് നമ്മൾ എപ്പോഴും അഭിമാനിക്കും, സാക്ഷര കേരളം എന്ന് ഊറ്റം കൊള്ളും. അപ്പോഴും കുടൽമാണിക്യ ക്ഷേത്ര വിഷയം വന്നു. അപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക് നമുക്ക് പലരും അങ്ങനെ അതിനെ വിശേഷിപ്പിച്ചു, കുടൽമാണിക്യ വിഷയത്തെ അങ്ങനെ വിശേഷിപ്പിച്ചു. പിന്നെ വേടൻ വന്നു. അപ്പോഴും അത് മയക്കുമരുന്നിനെതിരായ കേസുമായി ബന്ധപ്പെട്ടാണല്ലോ തുടങ്ങിയത്. അതിന് വനം വകുപ്പിനൊരു വീഴ്ച പറ്റി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ ബിന്ദുവിൻ്റെ കേസ്. നിരന്തരം ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല ജാതീയമായ ഇത്തരം വേർതിരിവുകൾ അത് ഭരണ നേതൃത്വത്തിലേക്കുമൊക്കെ ഉണ്ട് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും ഭരണ നേതൃത്വത്തിൽ എന്ന് പറയും കേരളത്തിൻ്റെ എൻഡയർ സിസ്റ്റത്തിനകത്ത്, അത് പോലീസ് സേനയാകട്ടെ ഉദ്യോഗസ്ഥ വൃന്ദമാകട്ടെ, ഇങ്ങനെയുള്ള സംവിധാനത്തിനകത്ത് വളരെ വ്യക്തമായ മുൻവിധികളും ദളിത് വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും ആദിവാസി വിരുദ്ധതയും ഒക്കെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളം ഭരിക്കുന്നവർ ജനാധിപത്യത്തിലും ഭരണഘടനാ നീതിയിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ കുറ്റവാളികൾക്കെതിരെ, അത് കുറ്റവാളി എന്നാണ് ആ പോലീസുകാർ നമ്മൾ വിളിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. ഈ ബിന്ദുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തപ്പോൾ ഈ പറയുന്ന ഓമന എന്ന് പറയുന്ന പരാതിക്കാരി പറഞ്ഞ മാല ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ സ്ത്രീക്കെതിരെ നടപടി എടുക്കണ്ടേ ഇയാൾ?
വ്യാജ്യമായ പരാതി പിന്നെ എന്തിനാണ് നിങ്ങൾ നൽകിയതെന്ന് ചോദിക്കണ്ടേ? അവരോട് വിശദീകരണം മേടിക്കണ്ടേ? ഇതൊന്നും ചെയ്തില്ല. എന്നിട്ടും ഭീഷണിപ്പെടുത്തുന്നത് ബിന്ദുവിനെയാണ്. ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത് പറയാൻ ഇയാളാരാ? ഇയാളുടെ സ്വന്തം സ്ഥലമാണോ? ഇയാളുടെ തറവാട്ട് സ്വത്താണോ പേരൂർക്കട എന്ന് പറയുന്നത്? ഇവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഔദാര്യത്തിന് വിടുന്നതായിട്ടാണ് അയാൾ അതിനെ കാണുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം അതിശക്തമാണ്. അതുകൊണ്ടാണ് പി ശശിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഒരു നിരാലംബയ സ്ത്രീ ഒരു പരാതി കൊണ്ട് കൊടുക്കുമ്പോൾ അത് വായിച്ചു നോക്കുകയും കർശനമായ നടപടി നിർദ്ദേശിച്ച് അത് എടുക്കുകയും ചെയ്യേണ്ടതിനും ഇത് വായിച്ചു പോലും നോക്കാതെ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നാൽ കോടതി പോകുന്നല്ലേ നല്ലതെന്ന് ബിന്ദുവിനോട് പറഞ്ഞു എന്നാണ് ബിന്ദു പറയുന്നൊരു കാര്യം. ഓർക്കണം, നമ്മുടെ സ്ഥിതി അത്രയും മോശമാണെന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. നന്ദി ശ്രീ സണ്ണി എം കബിക്കാട്, ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയതിന് വളരെയധികം നന്ദി. ഏതായാലും കേരളീയ സമൂഹം വളരെ ജാഗ്രതയോടെ പിന്തുടരേണ്ട ഒരു കേസ് തന്നെയാണ് ബിന്ദുവിൻ്റെ കേസ്. അതല്ലെങ്കിൽ അതിൽ മറ്റ് ട്വിസ്റ്റുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന് പറയുന്ന ആശങ്ക കൂടിയാണ് സണ്ണി എം കബിക്കാട് നമ്മളോട് പങ്കുവച്ചത്.